ഇവള് കെട്ടി ഒരുങ്ങിട്ട് അടുത്തൊക്കെ പോകുന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നുള്ളൂ. വേറെ അടുത്തൊക്കെ അക്കുടിയിലേക്ക് തന്നെ അടുത്തൊക്കെ തീരാകുമ്പോ ഒരു അർബിനുണ്ട്. ബൈ കാര്യത്തിലേക്ക് കിടക്കാം. നാളെ ഇവിടെ തൊട്ടിൽ കിട്ടുന്ന പരിപാടി. ഞാൻ ഒറ്റക്കല്ലാവോ, എല്ലാവരും ഉണ്ടോ ഒക്കെ കൂടിയിട്ടാക്കുന്നത്. സാധനം മുമ്പേ മേങ്ങിച്ചുകൊണ്ട് ആവശ്യമുള്ളതുണ്ട് ആവശ്യമില്ലാത്തതുണ്ട്. അങ്കും പറവിക്കും കൺഫ്യൂഷനായി എന്ത് മോഡൽ എങ്ങനെ ഡിസൈൻ ആക്കണം. അങ്ങനെ ലാസ്റ്റ് ഫൈനൽ ഒരു ഡിസൈൻ നമ്മൾ സെലക്ട് ആക്കി അതിന് വേണ്ട സാധനത്തിന് ലിസ്റ്റ് ആക്കി പറഞ്ഞയച്ച് ഓരോ പേരോളത്തേക്ക് നമ്മ ബേബിന്റെ ഡ്രസ്സും ഗോൾഡ് എല്ലാം നോക്കിയിട്ട് അടേയിരുന്നു. നമുക്ക് സിമ്പിൾ ഇഷ്ടമായത് കൊണ്ട് ഈ ക്രെഡിറ്റ് സെർവറിനെ ക്യാൻസൽ ആക്കാൻ തിരിച്ചു. ഈ കളർ കാണുമ്പോ ഭയങ്കര ക്യൂട്ട്നെസ് തോന്നുന്നു. ഓഹോ, അങ്ങനെ വായിക്കാമോ? അടുത്ത കാര്യമായിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഓൾ ഇത് എന്താക്കുന്നത്. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. നമ്മ പോവാത്തോണ്ട് തന്നെ അടുത്ത് ഫോട്ടോ ഇട്ട് കേൾക്കുന്നുണ്ട്. വന്നിട്ട് ഇത്ര സമയത്ത് നമ്മ ഇപ്പൊ ഒന്ന് ബേബീനെ നോക്കുന്നത്. അപ്പോഴത്തേക്ക് ഒരു സാധനം കൊണ്ട് എത്തി. ഇനി നമ്മളെ പരിപാടിയിലേക്ക് കിടക്കാം, ആരംഭിക്കലാമാ. നെസലിന് ഒരു ബലൂൺ കൊടുത്തിട്ട് അവിടെ അഡ്ജസ്റ്റ് ആക്കി നെയിം ലെറ്റർ ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റിൽ കട്ടാക്കി എടുക്കാനാണ് പ്ലാൻ. 5 ലെറ്റർ വെറും 4 ഷീറ്റ്. പഠിക്കുന്ന സമയത്ത് പോലും ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ടായില്ല. പിന്നെ കൺഫ്യൂഷൻ ആയി ഫോണ്ട് എങ്ങനെ വരുന്നു. അങ്ങനെ ഞാൻ എന്താക്കി ഗൂഗിളിൽ സെർച്ച് ആക്കിയിട്ട് ഫോണ്ട് എടുത്ത് 5 ലെറ്റർ ഈ 4 ഷീറ്റിലേക്ക് ഒതുക്കാനുള്ള എല്ലാ പരിശ്രമവും ഉണ്ട്. നമ്മളെ ക്രിയേറ്റിവിറ്റി നോക്കാൻ ആൾക്കാരെല്ലാം വന്നു. പണിയെടുക്കുന്നതിന് മുമ്പേ ക്ഷീണിച്ച കൊണ്ട് തന്നെ നമുക്ക് മുമ്പ് ജ്യൂസ് എല്ലാം ആക്കിയിട്ട് കൊണ്ട് തന്നു. പിന്നെ വരയോട് വരെ ഈ വര അവസാനിക്കുമെന്ന് തന്നെ ചിന്തിച്ചു. ലെറ്റർ കട്ടാക്കുന്ന ഈ ടാസ്ക് ഏറ്റെടുക്കേണ്ടെന്ന് വരെ നമ്മൾ തിരിച്ചുപോയി. ഇന്നുള്ള ഈ ഒരു ലെറ്റർ എത്ര സമയമായി നിറയുന്ന പേർക്കുന്നത്. ഇത് ഇത്ര ജോയിന്റ് ആക്കാൻ വേണ്ടിട്ട് എങ്ങനെ സാധിക്കുന്നില്ല. അതും ഇതേ ഫോണ്ടില്. പിന്നെ എങ്ങനെയല്ലോ സെറ്റാക്കി. അനങ്ങാതിരുന്നോ, ഞാനൊരു താജ്മഹാൾ പണിയും. അനങ്ങിയാലത് കുത്തബ്മീനാറാകും. ഇപ്പൊ എങ്ങനെയുണ്ടെന്നല്ലേ ഇല്ലേ. അതിന്റെ ഇടയിൽ യോഗ്യ എക്സാം ആയിട്ടൊക്കെ വരാൻ കഴിയാത്ത ബേജാർ പറയുന്നുണ്ട്. ബിസിയും പറഞ്ഞ ലെറ്റർ എല്ലാം കട്ടാക്കിയിട്ട് എല്ലാം എടുത്ത് നമ്മ ചൂസ് ആക്കിയ ഡിസൈൻ പിൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ ബോ നിർബന്ധം. ഞാനും പറയും ബോ ആക്കാൻ കുറെ ശ്രമിച്ചിട്ട് നമുക്ക് രണ്ടാക്കും എങ്ങനെ കഴിഞ്ഞിട്ട് നിസ്സാര എന്ന മട്ടത്തിൽ ആഫ്നതാ. ഇതൊക്കെ എന്ത് എയർ പമ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ ബലൂൺസ് എല്ലാം ബേ ഒന്ന് സെറ്റായി. നമ്മ ഇത് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യം വേണ്ട. ബലൂണിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തെങ്കിലും ബോന്റെ കാര്യം പറവി ഏറ്റെടുത്തു. പിന്നെ എത്തി ഞാൻ നിലത്തേക്ക് എത്തി. നമ്മളെ കഴിവ് തെളിക്കണമല്ലോ. നെസൽ ബലൂണിന് എന്തെല്ലാം ആക്കുന്ന കൊണ്ട് ഞാൻ ഉമ്മാനൊക്കെ ഓളെ പറഞ്ഞയച്ചു. പിന്നെ അതിന് മോളിലൊക്കെ സെറ്റ് ആക്കുന്ന കാര്യമാണ് ഇവിടെ നടക്കുന്നുള്ളത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇപ്പൊ എല്ലാവരും പിൻട്രസ്റ്റ് തന്നെ എടുക്കുന്ന കൊണ്ട് നമ്മും പിന്നെ പിൻട്രസ്റ്റ് തന്നെ ആവാന്ന് പറഞ്ഞ് നമ്മ പിന്നെ ബോലന്നെ ഫുള്ള് ലെറ്റേഴ്സിന്റെ ഇത് ഫീലാക്കാൻ എന്തോ ഒരു പാങ്ങന്നെ. ബേബിന്റെ നെയിം നമ്മ വാളിലേക്ക് ഒട്ടിക്കുന്നുണ്ട്. നമ്മ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ടെങ്കിൽ യോറ് ഭയങ്കര വിഷയത്തിലുണ്ട്. അങ്ങനെ നമ്മളെ മുസ്ന ബേബിന്റെ വാൾ ഡെക്കർ ഇവിടെ സെറ്റായി. ലാസ്റ്റത്തെ ഒരു ടാസ്ക് നമ്മന്നെ ചെയ്ത പണി നമ്മന്നെ ക്ലീൻ ആക്കണല്ലോ. അതാണല്ലോ അതിന്റെ ഒരു ഇത്. നമ്മളെ ക്രിയേറ്റിവിറ്റി കാണാൻ വേണ്ടി നമ്മ ഫോട്ടോ എടുത്തിട്ട് വെച്ചു. അപ്പോഴത്തേക്കും സമയം 12:30. അങ്ങനെ നേരം വിട്ട് പരിലേക്ക് കടന്നുറങ്ങാൻ വേണ്ടി ബേബിന്റെ ഡ്രസ്സിന് വെച്ച ഒരു ബോ ആക്കി ഞാൻ കടന്നുറങ്ങി.